മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ആദ്യത്തെ കാരാഗ്രഹവാസ കാലത്ത് 4 ലേഖനങ്ങൾ അപ്പോസ്തലൻ എഴുതുകയുണ്ടായി. ഫിലിപ്പിയ ലേഖനം, എഫേസ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം, 4 ലേഖനങ്ങൾ എഴുതി. ഈ ലേഖനങ്ങളിലെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സന്തോഷിപ്പീനെന്ന്. ആകുലങ്ങളുള്ള മനുഷ്യനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് സന്തോഷിപ്പീൻ എന്നാണ്. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അബ്രഹാം പിതാവിന് പറ്റിയ അപകടം വിചാരപ്പെട്ടു എന്നുള്ളതാണ്. എന്ത് തിന്നും, എങ്ങനെ ജീവിക്കും, എങ്ങനെ കഴിയും. നാട്ടിൽ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോഴാണ് പരവേശം വന്നത്. എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും. ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ സഹോദരപുത്രനായ ലോത്തുണ്ട്. എങ്ങനെ ജീവിക്കും? ജീവിക്കണ്ടേ? കനാനിൽ ക്ഷാമം, പാലും തേനൊഴുകുന്ന ദേശമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ദേശത്തിൽ ക്ഷാമം. പ്രിയപ്പെട്ടവരെ, സമൃദ്ധി ഉണ്ടായിരുന്ന സ്ഥലത്ത് ക്ഷാമം. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു കാലത്ത് സമൃദ്ധി ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്ന് ക്ഷാമമല്ലേ? ഒരു കാലത്ത് ഒന്നിനും പഞ്ഞമില്ലാത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നില്ലേ? സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്ന് ക്ഷാമം. പല പല കാര്യങ്ങളിൽ സന്തോഷത്തിന് തികവിൽ ആനന്ദ ഉല്ലസിതരായി നിങ്ങൾ ആമോദിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്ന് ക്ഷാമം. എന്തെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട ഭർത്താവ് പെട്ടെന്ന് കടന്നുപോയി. വാസ്തവത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൊടിയ ദുഃഖവും വലിയ വിയോഗത്തിൻ്റെ വേദനയും ജീവിതത്തെ ആകമാനം ബാധിച്ചിരിക്കുന്നു. മാറാത്ത മ്ലാനത ജീവിതത്തിലാകെ വ്യാപിച്ചിരിക്കുന്നു. ഹൃദയമാകെ ശൂന്യമായിരിക്കുന്നു. നിരാശ പടർന്നു കയറിയിരിക്കുന്നു. ജീവിതമാകെ അങ്ങ് മടുപ്പ് വരത്തക്കവണ്ണം അങ്ങ് ജീവിതം വിളറി വല്ലാതെ വലഞ്ഞു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നുപോയപ്പോൾ ഭർത്താവാകണമെന്നില്ല, പക്ഷേ ഭാര്യയാകാം, അതല്ലെങ്കിൽ മക്കളാകാം, അതല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളാകാം, നമ്മെ ഏറ്റവും കരുതിയ ആളുകളാകാം. പെട്ടെന്ന് കടന്നുപോയപ്പോൾ ജീവിതമാകെ ശൂന്യമായ അനുഭവത്തിൽ കഴിയുന്നവരില്ലേ? സമൃദ്ധിയായിരുന്നു, പാലും തേനൊഴുകും ദേശത്തിൻ്റെ അനുഭവത്തിൻ്റെ ആ സമൃദ്ധിയുടെ സന്തോഷത്തിൽ കഴിയുകയായിരുന്നു. എന്നാൽ അവിടെ ക്ഷാമം വന്നു. സ്നേഹിതരെ, ഓർക്കുക, എപ്പോഴാണ് ക്ഷാമം വരിക എന്ന് നമുക്കറിയാൻ പാടില്ല. ജീവിതത്തിൽ എപ്പോഴാണ് ചില ദുര്യോഗങ്ങൾ സംഭവിക്കുക എന്ന് നമുക്കറിയാൻ പാടില്ല. ചില കെടുതികൾ വരുന്നത് നമുക്കറിയാൻ പാടില്ല. ചില അത്യാഹിതങ്ങൾ വരുന്നത്, ചില ആപത്തുകൾ വരുന്നത്, ചില രോഗങ്ങൾ വരുന്നത്. എൻ്റെ കർത്താവ് ഇടുത്തി വീഴുന്നത് പോലെയാണ് ആ വാർത്ത കേട്ടതെന്ന് ആളുകൾ പറയും. ഇടുത്തി വീഴുന്നത് പോലെ ആ വാർത്ത ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. അയ്യോ, ഞാൻ എങ്ങനെ സഹിക്കും? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ ചിലരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതുപോലെ വരണ്ടുണങ്ങിയ അനുഭവത്തിൽ, അത്യന്തം വേദനാകരമായ അനുഭവത്തിൽ കഴിയുന്നവരുണ്ട്.
പ്രിയപ്പെട്ടവരെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമം വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ ക്ഷാമം. ധാരാളം പൈസ ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ള മാർഗമുണ്ടായിരുന്നു, പക്ഷേ വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞു. എങ്ങനെയെന്നറിഞ്ഞില്ല. ഇന്ന് കടവും കടത്തിൻ്റെ മേൽ കടവുമായി ഇന്ന് വലയുകയാണ്. ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, കൃഷിയും ഭൂമിയും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം വിറ്റ് തീർന്നു. ഒരുപക്ഷേ ഭർത്താവിൻ്റെ മദ്യപാനം മൂലമാകാം, അപ്പൻ്റെ മദ്യപാനം മൂലമാകാം. എല്ലാം മുടിച്ചു കളഞ്ഞു. ഇന്ന് വറുതിയിലാണ്, ഇന്ന് പട്ടിണിയിലാണ്, ഇന്ന് ആകുലത്തിൽ ഭാരത്തിൽ കഴിയുകയാണ്. സ്നേഹിതരെ, ഇങ്ങനെ ചിന്തിച്ചാൽ എന്തെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഓർക്കുക, ക്ഷാമം വന്നു. അബ്രഹാം തളർന്നുപോയി. നീലനദിയുടെ തീരത്തേക്ക് പോകാം, അങ്ങ് ഈജിപ്തിലേക്ക് പോകാം അബ്രഹാം വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങളോട് പറയട്ടെ, ആ ഒരു സ്റ്റെപ്പ് എടുത്തത് എന്തു വലിയ ദോഷങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നതായ ആ ഒരു വീഴ്ച, അതുകൊണ്ട് വന്ന കെടുതികൾ എന്തെല്ലാമായിരുന്നു. ചിന്തിച്ചാൽ നാം ഞെട്ടിപ്പോകും. 7 നഷ്ടങ്ങൾ അബ്രഹാമിനുണ്ടായി. അബ്രഹാമിന് മാത്രമല്ല, ലോകത്ത് അനേകം സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ദൂരവ്യാപകമായ ദുഷ്ഫലങ്ങൾ ഉളവാകുന്നതിന് കാരണമായി തീർന്നു 7 നഷ്ടങ്ങൾ. പ്രിയപ്പെട്ടവരെ, 7 എപ്പോഴും ഒരു പൂർണ്ണതയെ കുറിക്കുന്ന അക്കമാണ്, പൂർണ്ണതയെ കുറിക്കുന്നൊരു സംഖ്യയാണ്. നഷ്ടത്തിൻ്റെ പൂർണ്ണത. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നഷ്ടത്തിൻ്റെ കണക്കും പേറി ദുഃഖത്തോടെ ദുരിതത്തോടെ വലയുന്നവർ ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. 7 നഷ്ടങ്ങൾ അബ്രഹാമിനുണ്ടായി. എന്താണ് ഒന്നാമത്തെ നഷ്ടം? അബ്രഹാമിന് വന്നതായ ഒന്നാമത്തെ നഷ്ടം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഡിസെപ്ഷൻ വന്നു എന്നുള്ളതാണ്. ഡിസെപ്ഷൻ, ചതി. നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ദൈവവൈതൽ തിന്മയുടെ അടിമയായിപ്പോയി. ഡിസെപ്ഷൻ വന്നു. അബ്രഹാം ജീവിതത്തിൽ ചതി പറ്റിപ്പോയി. എന്താണ് ഈ ചതി എന്ന് പറഞ്ഞത്? അബ്രഹാം നുണ പറയാൻ തയ്യാറായി, അസത്യം പറയാൻ തയ്യാറായി. സത്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ട സത്യത്തിൻ്റെ പ്രവാചകനായി തീരാൻ ദൈവം വിളിച്ച് വേർതിരിച്ച ആ ദൈവദാസൻ, അവൻ അസത്യത്തിൻ്റെ വക്താവായി മാറി. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രയീമിലെത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രയീമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിൻ്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. ജീവിതത്തിൽ അപകടം പിണയാതിരിക്കാൻ അബ്രഹാം ഒരു സൂത്രം പ്രയോഗിക്കുകയാണ്, ഒരു കൗശലം പ്രയോഗിക്കുകയാണ്, ഒരു വ്യാജം പ്രയോഗിക്കുകയാണ്, ഒരു അസത്യം പ്രയോഗിക്കുകയാണ്. എന്താണത്? നീ ഒന്ന് പറയണം, ഞാൻ സഹോദരിയാണ് എന്ന് നീ പറയണം. ഭാര്യയാണെന്ന് പറയരുത്. ഞാൻ ഭാര്യയാണെന്ന് നീ പറയരുത്. നീ പറഞ്ഞാൽ മതി, സഹോദരിയാണെന്ന് പറയണം. അബ്രഹാമിൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു കാര്യമുണ്ട്, സാറായ്ക്കും അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം അബ്രഹാമിൻ്റെ ഈ ഭാര്യയായ സാറ കൂട്ടത്തിലൊരു സഹോദരിയാണ്. എങ്ങനെയാണത്? ഉൽപ്പത്തി പുസ്തകം തന്നെ നോക്കിയാൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കൂ. അപ്പോൾ കാണാം, ഉൽപ്പത്തി 20:12 നമുക്ക് വായിക്കാം. അബ്രഹാം പറയുന്നത് ഭാഗികമായ സത്യമാണ്, മുഴുവൻ ശരിയല്ലെന്നേ ഉള്ളൂ. ഭാഗികമായ സത്യമാണ്. ഒരു അസത്യം പറയുന്നതിന് ഭാഗികമായ സത്യത്തിൻ്റെ കൂട്ടുപിടിക്കുകയാണ്. ഒരു അർത്ഥസത്യമാണത്. വായിക്കാം, ഉൽപ്പത്തി 20:12. വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു, എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അമ്മയുടെ മകളല്ലതാനും. എൻ്റെ അമ്മയുടെ മകളല്ല, ഒരമ്മയല്ല ഞങ്ങൾ രണ്ടുപേരെയും പെറ്റത്. എന്നാൽ എൻ്റെ അപ്പൻ്റെ മകളാണ്. എൻ്റെ അപ്പന് തേറഹിന് വേറൊരു സ്ത്രീയിലുണ്ടായ മകളാണ് ഈ സാറ. തേറഹിന് എൻ്റെ അമ്മയിലുണ്ടായ മോൻ ഞാൻ, പക്ഷേ എൻ്റെ അമ്മയിലുണ്ടായ മോളല്ല ഈ സാറ. വാസ്തവത്തിൽ, ഒന്നുകൂടെ വായിക്കൂ. വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു. വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരി തന്നെയാണ്, സഹോദരിയാണ്. എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അപ്പൻ്റെ മകളാണ്, എൻ്റെ അമ്മയുടെ മകളല്ലതാനും. എൻ്റെ അമ്മയുടെ മകളല്ലതാനും. അബ്രഹാം തന്നെ പിന്നീട് ഒരു അവസരത്തിൽ അത് പറയുന്നുണ്ട്. അതാണ് 20-ാം അധ്യായത്തിൽ നാം കണ്ടത്. ഓർക്കുക, പകുതി സത്യം, മുഴുവനങ്ങ് പറയുകയില്ല. മുഴുവൻ നുണയാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവദാസനിൽ ഇത് വരാൻ പാടില്ല, ഒരു ദൈവവൈതലിൽ വരാൻ പാടില്ല.
ദൈവം വിളിച്ച് വേർതിരിച്ച് ആശ വെച്ച് ദേശം നൽകാൻ ദൈവം വിളിച്ച് നീ കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്ക് തരുമെന്ന്, നിനക്ക് എൻ്റെ സന്തതിക്കും തരുമെന്നും പറഞ്ഞ് ദൈവം പുറപ്പെടുവിച്ചൊരു ദൈവദാസനത് വരാൻ പാടില്ല, ദൈവപുരുഷനത് വരാൻ പാടില്ല, ഒരു ആറ്റം തെറ്റ് വരാൻ പാടില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കൂ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അർത്ഥസത്യങ്ങൾ വന്നിട്ടില്ലേ? പകുതി സത്യങ്ങൾ വന്നിട്ടില്ലേ? ഞാൻ ചിലതെല്ലാം സൂത്രങ്ങൾ പ്രയോഗിച്ചിട്ടില്ലേ? ചില താൽക്കാലികമായ ചില സഹായങ്ങൾ കിട്ടാൻ, താൽക്കാലികമായ ചില കാര്യങ്ങൾ നടക്കാൻ ചില കൗശലങ്ങൾ ഞാൻ പ്രയോഗിച്ചിട്ടില്ലേ? ചില ലാഭങ്ങൾ കിട്ടാൻ, താൽക്കാലികമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി ചില ഉപായങ്ങൾ ഞാൻ പ്രയോഗിച്ചിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്ന വാക്കുകൊണ്ട് ശരിയായതിൽ നിന്ന് വ്യത്യസ്തമായ തെറ്റായൊരു ധാരണ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇടയായിട്ടില്ലേ? ശരിയായതിൽ നിന്ന് വ്യത്യസ്തമായ തെറ്റായൊരു ധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുക തെറ്റാണത്, പാപമാണത്. അബ്രഹാമിന് പറ്റിയ ഒരു വലിയ അപകടം, അബ്രഹാം തെറ്റായ ധാരണ കൊടുക്കുവാൻ ഭാര്യ ഉപദേശിച്ചു. തെറ്റായ ധാരണ. അബ്രഹാമിൻ്റെ ഭാര്യയാണ് സാറ. പക്ഷേ സഹോദരി എന്ന് പറയുമ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു കൃത്യത വച്ച് പറഞ്ഞാൽ അതിൽ ഭാഗികമായ സത്യമുണ്ടല്ലോ. എന്നാൽ അബ്രഹാം ആ ഭാഗികമായ സത്യം അബ്രഹാം തന്ത്രപൂർവ്വം കൗശലത്തിനായിട്ട് ഉപയോഗിച്ചു. ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ വരരുത്. നിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. അടുത്ത വാക്യം എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. മറക്കരുത്, പിശാചിൽ നിന്നാണ് വരുന്നത്. ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു, പൈശാചികനിൽ നിന്ന് വരുന്നതാണ്, സാത്താനിൽ നിന്ന് വരുന്നതാണ്. ഇത് നിങ്ങൾ ചിന്തിക്കൂ. പിശാചിനിടം കിട്ടിയ കാര്യങ്ങളുണ്ടോ? ജീവിതത്തിൽ പിശാചിന് കിട്ടിയ കാര്യങ്ങൾ ഒന്നല്ല, അനേകം കാര്യങ്ങളില്ലേ? ഭർത്താവിനോട് തന്ത്രപൂർവ്വം ചിലത് സംസാരിച്ചത്, ഭാര്യയോട് വളരെ തന്ത്രപൂർവ്വം കൗശലപൂർവ്വം ചില കാര്യങ്ങൾ സംസാരിച്ചത്, മാതാപിതാക്കളുടെ മുമ്പിൽ ചില കൗശലങ്ങൾ പ്രയോഗിച്ചത്, ചില ഭാഗിക സത്യങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ നുണ തന്നെ മുഴുവൻ നുണയും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പിശാചിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, സാത്താനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൻ നുണ പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്നാണ്. ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു പിശാച്. സാത്താൻ നുണ പറയുന്നവനാണ്, അതിൻ്റെ അപ്പനുമാണ്, അതിൻ്റെ ഉടയവനാണ്, അതിൻ്റെ ജനയിതാവാണ്, അതിൻ്റെ അപ്പനാണ്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇത് സഹായമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഭാഗിക സത്യങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. പൂർണ്ണ സത്യങ്ങൾ മാത്രമേ നമ്മുടെ നാവിൽ വരാവൂ. പൂർണ്ണ സത്യങ്ങൾ മാത്രം. നിങ്ങൾ ചിന്തിക്കുക, ഇത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുക. എങ്കിൽ കർത്താവേ, വിശുദ്ധിയും സത്യവും മാത്രമുള്ള സത്യത്തിൻ്റെ നാട്ടിലെത്താൻ കർത്താവേ എനിക്ക് യോഗ്യത കിട്ടിയോ? സത്യത്തിൻ്റെ നാട്, വിശുദ്ധിയുടെ നാട്, സമ്പൂർണ്ണ സത്യത്തിൻ്റെ സ്വർഗരാജ്യം. അവിടെ സത്യം മാത്രമേ ഉള്ളൂ. അവിടെ വ്യാജമില്ല, അവിടെ തന്ത്രമില്ല, അവിടെ കൗശലമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ നാം കണ്ണടയുമല്ലോ, ഒരു നാൾ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ദൈവരാജ്യത്തിൽ എത്താൻ സാധിക്കണമെങ്കിൽ നമ്മിൽ കളങ്കം ഉണ്ടായിരിക്കരുത്, അസത്യത്തിൻ്റെ കണിക പോലും നമ്മൾ ഉണ്ടായിരിക്കരുത്. എല്ലാം കഴുകപ്പെടണം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും തെറ്റുകൾ സംഭവിച്ചു, സംഭവിച്ചു പോയി. എന്നാൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കണം, എല്ലാം കഴുകൽ പ്രാപിക്കണം. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, ബോർഡിലെല്ലാം എഴുതി വെച്ചു, എല്ലാം ബോർഡിൽ എഴുതി വെച്ചു. എന്നാൽ അത് ഭംഗിയായിട്ട് ഡസ്റ്റർ കൊണ്ടങ്ങ് തുടച്ചു കളഞ്ഞു, എല്ലാം തുടച്ചു കളഞ്ഞു. പിന്നൊന്നും കാണാനില്ല. അതിൻ്റെ ആ ചോക്കിൻ്റെ പൊടി പോലും ഇല്ലാത്ത വിധത്തിൽ അവിടെ അല്പം വെള്ളം തളിച്ച് തുടച്ചു കളഞ്ഞു. ഒന്നും കാണാനില്ല. എന്തെല്ലാമാണ് അവിടെ എഴുതിയെന്ന് കാണാനില്ല. അതുപോലെ നമ്മുടെ ജീവിതം സ്വച്ഛമാകണം, എല്ലാം കഴുകപ്പെടണം. നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടോ? സ്നേഹിതരെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സകലവും കഴുകപ്പെടാൻ ആഗ്രഹമുണ്ടോ? കർത്താവേ, തെറ്റുകളേറെ സംഭവിച്ചു. എൻ്റെ ദൈവമേ, മറ്റുള്ളവരെ ഞാൻ തെറ്റായി ധരിപ്പിച്ചു, പലതും തെറ്റായ രീതിയിൽ ധാരണകൾ ഞാൻ നൽകി. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാകപ്പിഴകൾ ധാരാളം സംഭവിച്ചു. എൻ്റെ കർത്താവേ, ഞാൻ ചിലതെല്ലാം ദൈവമേ, നീ രഹസ്യങ്ങൾ കാണുന്നതിൻ്റെ മുമ്പിൽ പാവമായി നീ കണക്കിടുന്നതായ പലതും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തക്കൊണ്ട് ഞാൻ ജീവിച്ചു പോയി. എൻ്റെ കരുണയുള്ള കർത്താവേ, എനിക്ക് നിൻ്റെ ചങ്കു പൊട്ടി ഒഴിയ തിരക്തത്താൽ നാഥ എനിക്ക് നീ മോചനം തരണമേ. നിൻ്റെ തിരക്തത്താൽ എൻ്റെ കഴിഞ്ഞ കാലം നീ കഴുകി തരണമേ.
സ്നേഹിതരെ, നിങ്ങൾ കഴികൾ പ്രാപിക്കാം, നിങ്ങൾക്ക് മോചനം പ്രാപിക്കാം. എല്ലാം കഴികൾ പ്രാപിച്ചവരായി, മുഴുവനായി കഴികൾ പ്രാപിച്ചവരായി, ശുദ്ധീകരണവും നീതീകരണവും അനുഭവിക്കുന്നവരായി നിങ്ങൾക്ക് വേണമെങ്കിൽ തീരാം. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളും ചിലർ മുമ്പേ ഈ വകക്കാരായിരുന്നു, എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നീതീകരണവും ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിന് 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. ഏത് വകക്കാരെന്ന് 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. ഏത് വകക്കാര്? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലേ? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. നിങ്ങൾക്ക് ചതി പറ്റിപ്പോകരുത്, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വാവിഷ്ഠാണം എന്ന വാക്ക് ഇംഗ്ലീഷിൽ റിവൈലർ എന്നാണ്. റിവൈൽ, ദൂഷണം പറയുക, തെറ്റായ ധാരണ കൊടുക്കുക, തെറ്റായ കാര്യം പറഞ്ഞ് പരത്തുക. റിവൈലേഴ്സ്, ദൂഷകന്മാർ, ദൂഷണം പറയുന്നവർ. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, ഇതുപോലുള്ള സ്വഭാവങ്ങളെല്ലാം ഉള്ളവരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിപ്പാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണ പ്രക്രിയയാൽ നീതീകരണവും ശുദ്ധീകരണവും പ്രാപിപ്പാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളു തുറന്ന് പ്രാർത്ഥിപ്പീൻ. കർത്താവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതം കഴുകിത്തരണമേ. എൻ്റെ നാഥ, എൻ്റെ കഴിഞ്ഞകാല ജീവിതം കഴുകിത്തരണമേ. അബ്രഹാം പിതാവിന് തെറ്റുപറ്റി. എൻ്റെ ദൈവമേ, എനിക്കും തെറ്റുകളൊന്നല്ല, അനേകം തെറ്റുകൾ വന്നുപോയി. ജീവിതത്തിൽ അനേകം പാകപ്പിഴകൾ വന്നുപോയി. നീ എന്നെ സ്നേഹിച്ചതാണ്, നീ എന്നെ പുറപ്പെടുവിച്ചതാണ്, നീ എന്നെ വിളിച്ചതാണ്. ഞാൻ നിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടതാണ്. ഞാൻ ജീവിതം സമർപ്പിച്ചതാണ്. ഞാൻ നിന്നോട് ചില വാക്കുകൾ പറഞ്ഞതാണ്. ഞാൻ ജീവിതത്തിൽ ചില ഉടമ്പടികൾ എടുത്തവനാണ്. എൻ്റെ നാഥ, ഞാൻ ജീവിതത്തിൽ ചില ഉടമ്പടികൾ, നിന്നോട് ചില പ്രതിഷ്ഠകൾ പറഞ്ഞവളാണ്. യേശുവേ, എൻ്റെ ജീവിതത്തിലെങ്കിലും പാകപ്പിഴകൾ വന്നു. പുറത്ത് പറയാൻ ലജ്ജിക്കുന്നതായ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. കർത്താവേ, അനേകം തിന്മകൾ എല്ലാം നിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതവിടെ നിന്ന് മാഞ്ഞു പോയില്ല എന്ന് വരികിൽ നിത്യതയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ നേരെ സാക്ഷ്യം പറയുമല്ലോ, എനിക്കെതിരായ സാക്ഷ്യമായി തീരുമല്ലോ. എൻ്റെ നേരെ അത് വായിച്ച് കേൾപ്പിച്ച്, ആബാലവൃദ്ധം സകലമായ മനുഷ്യനും കേൾക്കെ വായിച്ച് കേൾപ്പിച്ച്, എൻ്റെ കർത്താവേ, എന്നെ ചകാത്ത മുഴുവൻ കെടാത്ത തീയുമുള്ള നരകാഗ്നിയിലേക്ക് തള്ളുന്നതിന് അതവയെല്ലാം കാരണമായി തീരുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിന്റെ തിരുവചനം തരുന്ന ഈ സമയത്ത്, ഇപ്പോൾ നാഥ, ഞാൻ നിന്നോട് ഒരു കാര്യം കെഞ്ചി യാചിച്ച് പറയുന്നു. ഒറ്റയ്ക്കൊരു കാര്യം, എൻ്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ കഴുകിത്തരണമേ. എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെല്ലാം കഴുകിത്തരണമേ. എല്ലാ പാപവും കഴുകി എന്നെ നീതീകരിക്കണമേ. നീതീകരണം തരണമേ. നീതിമാനല്ലാത്ത എന്നെ, നീതി കെട്ടവനായ എന്നെ നീതിയുള്ളവനെന്ന്, നീതിമാനെന്ന് മുദ്രകുത്തി തരുന്ന നീതീകരണത്തിൻ്റെ അത്ഭുത കൃപ എൻ്റെ മേലിപ്പോൾ പകരണമേ. നാഥാ, എന്നെ നീ ശുദ്ധീകരിക്കണമേ. എനിക്ക് നീ ശുദ്ധീകരണം തരണമേ. എണ്ണി പാപങ്ങളെ കണ്ടുപിടിപ്പീൻ. പാപങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ചുകൊണ്ട് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ. കർത്താവേ, പാപമോചനം തരണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് പ്രിയരെ ഭാഗ്യവാന്മാർ? പണമുള്ളവരല്ല ഭാഗ്യവാന്മാർ. വിദ്യാഭ്യാസം ഉയർന്ന ഡിഗ്രിയുള്ളവരല്ല ഭാഗ്യവാന്മാർ. ഉയർന്ന ജീവിത തോതുകളുള്ളവരല്ല ഭാഗ്യവാന്മാർ. ജീവിതത്തിൽ വലിയ പ്രാമാണ്യവും പ്രാധാന്യമുള്ളവരല്ല ഭാഗ്യവാന്മാർ. ജീവിതത്തിൽ പ്രമാണിത്വമുള്ളവരും മനുഷ്യന് മുമ്പിൽ ഉന്നത സ്ഥാനമുള്ളവരും അല്ല ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ആരാണ് ഭാഗ്യവാൻ? ധനികന്മാരല്ല ഭാഗ്യവാന്മാർ. ആരാണ് ഭാഗ്യവാൻ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയാമോ?
ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നത് അവരുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ, നിങ്ങളുടെ പാപത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. അനുതാപത്തോടെ കഴികൾ കിട്ടാൻ ക്രിസ്തുവിൻ്റെ കുരിശിൻ ചൂട്ടിലേക്ക് അണഞ്ഞു വരൂ. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് ഒഴിയതായ തിരുരക്തം, തിരുശരീരത്തിലെ പഞ്ചമുറിവുകളിൽ നിന്ന് ഒഴിയതായ തിരുരക്തം ഇപ്പോൾ നിങ്ങളെ കഴുകട്ടെ, നിങ്ങളുടെ പാപങ്ങൾ മാറ്റട്ടെ, നിങ്ങളുടെ ശാപങ്ങൾ നീക്കട്ടെ, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ. നാളുകളായി നിങ്ങളുടെ മേൽ അടിഞ്ഞുകൂടിയ പാപങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ നനവുകളിലും നെളിച്ചു പോയതായ പാപങ്ങൾ അതെല്ലാം കഴുകപ്പെട്ട് കിട്ടുന്ന മഹാസൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതിനായി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ക്രൂസിൽ മരിച്ച രക്ഷകനെ നിങ്ങൾ വിളിപ്പീൻ. യേശുവേ, നീ ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപം നീ വഹിച്ചു, എൻ്റെ പാപത്തിന് ശിക്ഷ നീ ഏറ്റു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ, ആ തിരുവിലാവ് പൊട്ടി ഒഴുകിയ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ കഴുകണമേ. എന്നെ മുഴുവനായി കഴുകി മാത്രമേ എഴുന്നേൽപ്പിക്കാവൂ. നാഥാ, എന്നെ നീ കഴുകണമേ, എന്നെ നീ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു പുതുക്കം നീ എനിക്ക് തരണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ, ക്രിസ്തുവിനോട് അപേക്ഷിപ്പീൻ. നാഥാ, എന്നെ കഴുകണമേ. നീതീകരണവും ശുദ്ധീകരണവും പ്രാപിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, വചനം കേട്ട എല്ലാവരുടെ മേലും എൻ്റെ കർത്താവേ, നിന്റെ തിരുരക്തം തളിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നെന്ന് ഞങ്ങൾ ഗ്രഹിപ്പാനുള്ള വെളിവ് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ, കൃപയിൽ പൊതിഞ്ഞെഴുന്നേൽപ്പിക്കണമേ, തിരുരക്തത്തിന് മുദ്ര നൽകി എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, പാപങ്ങൾ ക്ഷമിക്കണമേ, ശാപങ്ങൾ ദൂരീകരിക്കണമേ. നാഥ, ബന്ധനങ്ങൾ അഴിക്കണമേ, കുടുംബസമാധാനം അയക്കണമേ. കുടുംബത്തിൽ സ്വൈരവും സ്നേഹവും സമാധാനവും ഐക്യവും ഉളവാക്കണമേ. കർത്താവെ, ഭാരപ്പെട്ട് വീർപ്പുമുട്ടി അഴലുന്നവരെ അവിടുന്ന് പ്രത്യേകം സന്ദർശിക്കണമേ. ആകുലങ്ങൾ മാറ്റി കൊടുക്കണമേ, ആവലാദികൾ നീക്കി കൊടുക്കണമേ. അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശുനാഥൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമീൻ.